നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ ബി.ജെ.പിയിലെത്തിയ പ്രമുഖ നേതാവ് തിരികെ കേരള കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന വാർത്തയാണ് തിരുവല്ല മീഡിയ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ നേതാവിന്റെ പേര് തൽക്കാലം ഞങ്ങൾ പുറത്തുവിടുന്നില്ല. ലക്ഷണങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ ഇദ്ദേഹം 8 നിലയിൽ പൊട്ടിയിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി അവസരം കിട്ടിയെങ്കിലും അന്നും ജനം വീട്ടിലിരുത്തി. മാമൻ മത്തായിയുടെ കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ നിർണായക ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഗ്രൂപ്പിസം കളിച്ച് നശിപ്പിച്ചതിന് പിന്നിൽ ഈ നേതാവായിരുന്നു. അവസാനം പാർട്ടിയിൽ വെറുക്കപ്പെട്ടവനായി മാറി ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി. ഇതോടെ മാണിയിൽ നിന്ന് നേരെ ജോസഫിലേക്ക് ചാടി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവല്ല സീറ്റിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ആ പൂതി അങ്ങ് 8 മടക്കി പോക്കറ്റിൽ വെക്കാൻ ജോസഫ് പറഞ്ഞു. ഇതോടെയാണ് ബി.ജെ.പിയിൽ പോയാലോ എന്ന ചിന്ത നേതാവിന് ഉദിച്ചത്. അങ്ങനെ നേതാവ് ബി.ജെ.പിയിലെത്തി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് കിട്ടുമെന്നൊക്കെ നേതാവ് പ്രതീക്ഷിച്ചെങ്കിലും സാധ്യതാ ലിസ്റ്റിൽ പോലും നേതാവിന്റെ പേര് വന്നില്ല. എന്തിനേറെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോലും നേതാവിനെ കാര്യമായി വിളിച്ചില്ല. ബി.ജെ.പി വേദികളിലെത്തിയാൽ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കേണ്ട അവസ്ഥ. ആരെങ്കിലും തന്നെ വേദിയിലേക്ക് വിളിക്കണേ എന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച് നേതാവിരിക്കും. വിളിച്ചാ ഭാഗ്യം. ഇതിനിടെ ക്രൈസ്തവരുടെ ഇടയിൽ തനിക്ക് വലിയ പിന്തുണയാണെന്ന് തെളിയിക്കാൻ സ്വന്തം സഭയായ മാർത്തോമാ സഭയുടെ കൗൺസിലിലേക്ക് മത്സരിച്ചു. അവിടെയും 8 നിലയിൽ പൊട്ടി. ഇതോടെ ബി.ജെ.പിക്കാർക്കും നേതാവിന്റെ ജനപിന്തുണ മനസ്സിലായി. പതിയെ ബി.ജെ.പി നേതാക്കളും ഈ നേതാവിനെ മൈൻഡ് ചെയ്യാതായി. ഏതെങ്കിലും വാർഡിന്റെയോ പഞ്ചായത്തിന്റെയോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ തന്നെ വലിയ കാര്യം എന്നായി. അങ്ങനെ മനസ്സ് മടുത്ത നേതാവ് തിരികെ കേരള കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുക്കുന്നു. നേരെ പാലായിലേക്ക്. അത്ര ഊഷ്മള സ്വീകരണമൊന്നുമല്ല നേതാവിന് അവിടെ കിട്ടിയത്. പാർട്ടിയിൽ തിരികെ എടുക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. പാലായിൽ നിന്ന് നേതാവിന് കൊടുത്ത നിർദ്ദേശം ഇങ്ങനെ: സ്വന്തം മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് നേതാക്കൾ സമ്മതിച്ചാൽ തിരികെ എടുക്കാം. അങ്ങനെ നേതാവ് തൻ്റെ സ്വന്തം മണ്ഡലമായ ആറന്മുളയിലെ നേതാക്കന്മാരെ വീട്ടിൽ പോയി കണ്ട് കരഞ്ഞ് കാല് പിടിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒരു കാര്യം മാത്രം: കടക്ക് പുറത്ത്. അങ്ങനെ ആ മോഹവും അവസാനിച്ച നേതാവ് ഇപ്പോൾ പാട്ടും പാടി നടക്കുകയാണ്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.